ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ വരെ കാണാം. അതേ സമയത്ത് ഒരാൾ മറ്റൊരുത്തനെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ അവന്റെ ഒരു അവയവത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ നശിപ്പിച്ചാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പണിയുണ്ടായിരുന്നു. ഒരാളെ കൊന്നാൽ ആ തറവാട്ടുകാരെ മുഴുവനും കൊല്ലും, ആ കബീലക്കാരെ മുഴുവനും കൊല്ലും. നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ലാത്തവരെ മുഴുവനും ആ കൊലയാളിയുടെ ബന്ധുക്കളോ തറവാട്ടുകാരായി മൊത്തം കൊന്നുകളയുന്ന ഒരു അപരിഷ്കൃതമായ ഒരു നിയമം അന്ന് നിലനിന്നിരുന്നു. ആ നിയമത്തിനെ റദ്ദ് ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതുബ അലൈക്കുമുൽ ഖിസാസ്. നിങ്ങളിൽ ഒരാളെ കൊന്നാൽ ആ കൊന്ന പ്രതിയെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. കൊല്ലുകയാണെങ്കിൽ ആ തറവാട്ടുകാരെ മുഴുവനും കൊല്ലാൻ പാടില്ല. കുറ്റകൃത്യത്തിന് പരിധി നിശ്ചയിച്ചതാണ് ഖിസാസ്. അല്ലാതെ കൊന്നവനെ കൊന്നുകളയണമെന്ന നിർബന്ധമല്ല ആയത്തിൽ പറഞ്ഞത്. വ്യാപകമായി അനീതിയായിട്ട് കൊന്ന മനുഷ്യന് പകരം അവന്റെ കുടുംബക്കാരെ മുഴുവനും കൊല്ലുന്ന ഏർപ്പാട് പാടില്ല. കൊല്ലുകയാണെങ്കിൽ കൊന്ന പ്രതിയെ മാത്രമേ, ഒരൊറ്റ മനുഷ്യനെ മാത്രമേ ഒരാൾക്ക് പകരം അദ്ദേഹത്തിന്റെ മക്കളെയോ ഭാര്യയെയോ കുടുംബത്തെയോ ഉപ്പയോ അങ്ങനെ കൊല്ലുന്ന പ്രാകൃത നിയമം പാടില്ല. അങ്ങനെ ആ നിയമത്തെ പരിഷ്കരിപ്പിച്ചതാണ് ഖിസാസിലൂടെ. ആ ഖിസാസ് തന്നെ ഉടനെ ഖുർആൻ പറയുന്നുണ്ട്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിമഅറൂഫിൻ എന്ന് പറഞ്ഞു. ഖുർആൻ ഉടനെ തന്നെ പറയാണ്, കൊല്ലണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അതിന് അവകാശമുണ്ട്. പക്ഷേ അവര് കൊല്ലാൻ പറ്റില്ല. അവിടെയും ഖാലിയുടെ അടുക്കൽ അത് സ്ഥിരപ്പെട്ട് ഖാലി എന്ത് ചെയ്യണം, അതിന് പ്രഖ്യാപിക്കണം, അപ്പോഴേ കൊല്ലാൻ പാടുള്ളൂ. അതേ സമയത്ത് ഇമാമിന് വേണമെങ്കിൽ ഈ ആളുകളോട്, അവകാശികളോട് നിങ്ങൾ മാപ്പ് കൊടുക്കുമോ എന്ന് അപേക്ഷിക്കുകയും അത് ചോദിക്കുകയും ചെയ്ത് മാപ്പ് കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ വരെ ഭരണാധികാരിക്കോ ബന്ധപ്പെട്ടവർക്കോ അവകാശമുണ്ടെന്ന് മാത്രമല്ല, അത് സുന്നത്ത് കൂടിയാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യൂ, നിങ്ങൾക്ക് കൂലി കിട്ടും എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഖാത്തിലിനെ കൊണ്ടുവന്നു, കുറ്റവാളി അക്കറ, അദ്ദേഹം അത് സമ്മതിച്ചു, ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ കൊല്ലപ്പെട്ടയാളുടെ അനന്തരാവകാശികളോട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ മാപ്പ് കൊടുക്കുമോ എന്ന് ചോദിച്ച സംഭവം ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഖിസാസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രതികാരമെടുക്കൽ നിർബന്ധമെന്നല്ല, ആവശ്യമുണ്ടെങ്കിൽ ആ പ്രതിയെ മാത്രം നിങ്ങൾക്ക് കൊല്ലാം എന്ന് മാത്രമേ അതിനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹദ്ദിന് വേണമെങ്കിൽ ശഫാഅത്ത് ചെയ്യാൻ പാടില്ല.